ഔദ്യോഗിക പദവി ഉപയോഗിച്ച് പാവപ്പെട്ട വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന പ്രവാസികൾക്ക് വേണ്ടി ഈ രണ്ടുപേരെയും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അമിത പ്രസംഗം ആവുമെന്ന് വിചാരിച്ചവർ പറയാത്തത് വിചാരിച്ച ഒരാൾ സംസാരിക്കുമ്പോൾ ആരാണെങ്കിലും ഇടയിൽ കയറരുത് പ്ലീസ്. ഈ രണ്ടുപേരെയും നമ്മൾ ഓർമ്മിച്ചു, അവരുടെ നല്ല ദിനങ്ങളെ കുറിച്ച് ഓർത്തു, അവരുമായി സഹവർത്തിച്ച കാലങ്ങളെ കുറിച്ച് ഓർത്തു. അത് ഓർമ്മ, അതിനെക്കുറിച്ച് സംഭാഷണം നടത്തിയത് ചേച്ചിയാണ്. വളരെ മനോഹരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ അവരുടെ അനുഭവങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചത്. അവർക്കുള്ള നന്ദി പ്രവാസി ബുക്സിന്റെ പേരിൽ, അതിന്റെ ഒരു അഭ്യുദയകാംക്ഷി എന്ന പേരിൽ രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട മോഹനേട്ടനാണ്. മോഹനേട്ടന് അക്ഷരം അല്ലെങ്കിൽ വാക്ക് എന്ന വാക്കുകൊണ്ടാണ് ഞാൻ പര്യായപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് ഞാൻ കേട്ടു കുറച്ച് സംസാരം കേൾക്കുകയല്ല, നമ്മൾ കാണുക ചെയ്യുക. കേൾക്കുന്ന സംസാരിക്കുന്ന മോഹനേട്ടനല്ല, പ്രവർത്തിക്കുന്ന മോഹനേട്ടനാണ്, ചിരിക്കുന്ന മോഹനേട്ടനാണ് നമുക്ക് പരിചയമുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി നവംബർ 2 ആഴ്ച അല്ലെങ്കിൽ 10-15 ദിവസം നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിനോടും നന്ദി പറയുന്നു. ഈ പുസ്തകം പരിചയപ്പെടുത്തിയത്, 2 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയത് വളരെ മനോഹരമായിട്ടാണ്. ആ പുസ്തകങ്ങളുടെ കഥ പറയാതെ, എന്നാൽ അതിലേക്ക് ആ പുസ്തകം വായിക്കണമെന്ന് ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത് അജിത് വളരെ മനോഹരമായി ചെയ്തു. റീന അതിലും അസ്ഥരായിട്ട് ചെയ്തു. റീന കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്ത് വന്ന് കൃത്യമായിട്ട്, അജിത് അങ്ങനെ ചെയ്തില്ല എന്നല്ല പറഞ്ഞു. അജിത് അതിന്റെ സാമൂഹിക പശ്ചാത്തലത്തെ കുറിച്ചും റീന അതിന്റെ വ്യക്തിപരമായ പശ്ചാത്തലത്തെ കുറിച്ചുമാണ് സംസാരിച്ചത്. കാരണം ഈ 2 പുസ്തകങ്ങളും ആ രീതിയിലാണ്. മനോജിന്റെ പുസ്തകം തികച്ചും വ്യക്തിപരമായ പരിസരങ്ങളിൽ ഉണ്ടായിട്ടുള്ള കഥകളാണ്. എന്നാൽ അക്ബറിന്റേത് കുറച്ചുകൂടി പൊളിറ്റിക്സൈസ്ഡായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള പരിസരങ്ങളിൽ നിന്ന് ജനിക്കപ്പെട്ട കഥകളാണ്. ഈ 2 പുസ്തകങ്ങളിലും അക്ബറിന്റെ ചില കഥകൾ വായിച്ചിട്ടുണ്ട്, മനോജിന്റെ എല്ലാ കഥകളും വായിച്ച ഒരാളാണ്. മനോജ് പറഞ്ഞത് സത്യമാണ്. കാരണം ഈ കഥകൾ വരുമ്പോ പല കഥകളും നമ്മൾ വായിക്കാതെ വിടുമെങ്കിലും മനോജിന്റെ കഥകൾ നിർബന്ധമായിട്ട് ഞാൻ വായിച്ചിരിക്കും. കാരണം അതില് എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ തരി ഉണ്ടാവും. ഇപ്പൊ നേരത്തെ എന്റെ മകളുടെ കല്യാണത്തെ കുറിച്ച് ആരോടെ പറഞ്ഞു. മകളുടെ കല്യാണമായിരുന്നു 2 ആഴ്ച മുമ്പേ. നമ്മുടെ കല്യാണം എന്ന് പറയുമ്പോൾ സദ്യ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഓരോ സദ്യ കഴിയുമ്പോഴും അതിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആ കാറ്ററിംഗ് പീപ്പിൾ വെക്കും, ആ പാചകക്കാരൻ വെക്കും. ഇത്തവണ എന്റെ മകളുടെ കല്യാണത്തിന് 2 ഐറ്റംസാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒന്ന് നല്ല പഴമാങ്ങ കൂട്ടാൻ, രണ്ടാമത്തത് നല്ല ഈ നിങ്ങൾ പറയും എന്താണ് മാങ്ങ പെരുക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. മാങ്ങയും പച്ചമുളകും എല്ലാം കൂടി നാളികേരം ചേർത്ത് മരണ സ്വാദാണ് അതിന്. അപ്പൊ ഇതുപോലെ മനോജിന്റെ കഥകളിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു ട്വിസ്റ്റ് അപ്രതീക്ഷിതമായിട്ട് വന്നുപെടും. ആ ട്വിസ്റ്റിനെ തേടിയിട്ടുള്ള അലച്ചിലാണ് ആ കഥകളുടെ മുഴുവൻ വായന. ഏത് കഥ എടുത്തു നോക്കിയാലും ശരി. അതുകൊണ്ടാണ് മനോജിന്റെ കഥ എപ്പോഴും എങ്ങനെയാണെങ്കിലും ഞാനത് വായിച്ച് അഭിപ്രായം പറയും. കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട, ഒരുപാട് കഥയെഴുത്തുകാരിൽ ഇഷ്ടപ്പെട്ട അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് മനോജ്. മനോജിന് ഇരുത്തിയിട്ട് പറയുന്നതിൽ എനിക്കൊരു വിഷമമില്ല. അപ്പൊ ആ 2 പുസ്തകങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അവർ 2 പേരും സംസാരിച്ചു. അതിനുശേഷം പറഞ്ഞ ഗീതേച്ചി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പ്രായത്തിലെങ്കിലും എല്ലാവരും വിളിക്കുന്നത് പോലെ ഞാനും പറയുന്നു. വളരെ നന്നായിട്ട് 2 കാര്യങ്ങൾ, ഒരു സ്ത്രീ എന്ന രീതിയിൽ പലരും പറയാൻ മടിക്കുന്ന പലതും ഇപ്പോ അങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല, പറയാം, വളരെ തുറന്ന് ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക ഉണ്ടായി. അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും നന്ദിയുണ്ട്. പിന്നെ അനൂപ് ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ആ ആംഗിളിലൂടെയാണ് അനൂപ് ഈ 2 കഥകളെയും കണ്ടത്. പറയുകയും ചെയ്തു. ചില കഥകൾ, പ്രത്യേകിച്ച് മനോജിന്റെ കഥയെ കുറിച്ച് പറയുമ്പോഴാണ് തോന്നുന്നു അതിനൊരു ചലച്ചിത്ര ഭാഷ്യത്തിന്റെ സാധ്യതകളുണ്ട് എന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് മനോജിന്റെ കഥകൾ ഒരു ഡോക്യുമെന്ററിയുടെ പോലെയാണെന്നും, മറിച്ച് അക്ബറിന്റെ കഥകൾ കുറച്ചും കൂടി വിശാലമായിട്ട് പരിസരത്തിലൂടെയാണ്. മനോജിന്റെ കഥകളെ നമ്മൾ പറയില്ലേ, ഈ ചക്കയ്ക്ക് ഇങ്ങനെ വരട്ടി ചെറിയ ഒരു ഉരുളയാക്കുന്നത് പോലെയാണ്. വലിയൊരു സംഭവത്തിൽ നിന്ന് ചെറിയൊരു സംഭവത്തിലേക്കാണ് മനോജിന്റെ കഥകൾ പോവുക. മറിച്ച് അക്ബറിന്റെ കഥകളിൽ ചെറിയൊരു സംഭവത്തിൽ നിന്ന് വലിയൊരു സംഭവത്തിലേക്ക് പോകുക. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നാണ് വായന കൊണ്ട് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ അനൂപിന് നന്ദിയുണ്ട്.
പിന്നെ ഉഷ ടീച്ചർ വന്നിട്ടില്ല. നവാസ് തന്റെ സ്വസിദ്ധമായ ശൈലിയിലെ നവാസും കഥകളും, നവാസും എഴുത്തുകാരും തമ്മിലുള്ള ബന്ധം, നവാസും സുഹൃത്തുക്കളും തമ്മിലുള്ള ബന്ധം, നവാസിന്റെ ചില അനുഭവങ്ങളുടെ പശ്ചാത്തലം, ഇതൊക്കെ ചേർത്ത് വളരെ മനോഹരമായിട്ട് കഥകളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് വളരെ അത് ഒരു ഒഴുക്കാണ്. എവിടെയും തടസ്സമില്ല, ഒരു തടസ്സവും ഇല്ലാതെ എന്താ പറയുക, നദി ഒഴുകുന്നത് പോലെ ഇങ്ങനെ ചേറ്റുവ കായല് ഇങ്ങനെ അറബിക്കടലിലേക്ക് കടക്കുന്ന ഒരു ഒഴുക്കുണ്ടല്ലോ. ചേറ്റുവ പാലം കിടന്നാൽ നമുക്കറിയാം, പണ്ട് അവിടെ തോണിയായിരുന്നു, ആ തോണിയിലൂടെ ഇങ്ങനെ പോകും നമ്മൾ സുഖമായിട്ട്. അപ്പൊ അങ്ങനെ വളരെ ഒരു തടസ്സവും ഇല്ലാതെ ഇങ്ങനെ ഒരു നാട്ടുവർത്തമാനം പറയുന്ന രീതിയിൽ രണ്ട് കഥകളെയും കഥാകാരന്മാരെയും സ്പർശിച്ചു പോയത് വളരെ ഇഷ്ടമായി. നന്ദിയുണ്ട്. അസീം നേരത്തെ പറഞ്ഞ പോലെ ഒരു ചരിത്രകാരനാണ്. അസീം ആ കണ്ണുകളിലൂടെ മാത്രമേ ഈ കഥകളെ കാണും. കൂടെ കുറച്ച് സോഷ്യലി ആക്റ്റീവായിട്ട് ചില കാര്യങ്ങളെ കൂടി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അസിയോടും നന്ദി. പിന്നെ ഞാൻ ആരെയും വിട്ടുപോയിട്ടില്ല തോന്നുന്നു. ഈ രണ്ട് എഴുത്തുകാരാണ്. ഈ രണ്ട് എഴുത്തുകാരെ എനിക്ക് പരിചയമുണ്ട്. മനോജിനെ നന്നായിട്ട് അറിയാം, അക്ബറിനെ നന്നായിട്ട് അറിയാം. അക്ബറിന്റെ നാട്ടിലാണ് ഞാൻ പണിയെടുക്കുന്നത്. അതുകൊണ്ട് റാസൽ ഖൈമ എനിക്ക് വളരെ പരിചയമുള്ള, എനിക്ക് വളരെ അടുത്ത പ്രദേശമാണ് റാസൽ ഖൈമ. ദിവസം രാവിലെ റാസൽ ഖൈമയിലേക്ക് പോവുകയും വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്യും. അപ്പോ ആ നാട്ടുകാരനോടുള്ള സ്നേഹം എന്ന് മാത്രമല്ല, കേരളത്തിലും ഞാനും അക്ബറും തമ്മിൽ ഒരു പക്ഷേ 1 മണിക്കൂർ യാത്രയുടെ വ്യത്യാസമുള്ളൂ. അക്ബർ പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ അതിർത്തിക്കാരനാണ്. ഞാൻ ഏകദേശം പാലക്കാട് ജില്ലയുടെ നടു കഴിഞ്ഞ് കുറച്ചും കൂടി കിഴക്ക് ഭാഗത്തായിട്ട് നിൽക്കും. എന്റെ നാട് ശ്രീകൃഷ്ണപുരമാണ്, അക്ബറിന്റെ നാട് ചാലിശ്ശേരിയാണ്. അപ്പോ ആ ഒരു ബന്ധം കൂടിയുണ്ട്. മനോജ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവരോടുള്ള എല്ലാ നന്ദിയും പ്രകാശിപ്പിക്കുന്നു. ഒപ്പം എന്നെ അപ്രതീക്ഷിതമായിട്ട് ഈ ജോലി ഏൽപ്പിച്ച വെള്ളിയോടൻ അങ്ങനെയാണ്. വെള്ളിയോടനെ ഓരോ ആളുകളെ തെരഞ്ഞെടുക്കുക ചെയ്യാം. വെള്ളിയോടൻ ബാക്കിൽ നിൽക്കും എപ്പോഴും. ഒരു സ്ഥലത്തും വെള്ളിയോടന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വെള്ളിയോടൻ ഇങ്ങനെ ഓരോരുത്തരെ ഇപ്പൊ ബുക്ക് ഫെസ്റ്റിവലിൽ കാണാനിരിക്കുന്നേ ഉള്ളൂ. വെള്ളിയോടൻ ഏതെങ്കിലും പുസ്തകത്തിന്റെ പരിചയപ്പെടുത്തലൊക്കെ ആണെങ്കിൽ വെള്ളിയോടന്റെ കണ്ണുകൾ തിരയും ഓരോരുത്തരെ. എന്നിട്ട് പറയും, ഒരു പുസ്തകം ഉണ്ട് കേട്ടോ, അതൊന്ന് പരിചയപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു സ്വാഗതം നന്ദി പറയണം, അല്ലെങ്കിൽ ഒരു ആശംസ പറയണം. പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് വെള്ളിയോടന്റെ മുഖം. മറ്റു പലരോടും നമുക്ക് ചിലപ്പോൾ കുറച്ച് തിരക്കുണ്ട് കേട്ടോ, എനിക്കൊന്ന് ദുബായിലെത്തേണ്ട അർജന്റ്, ഈ മനുഷ്യനോട് പറയാൻ പറ്റില്ല, തോറ്റു പോകും നമ്മള്. വെള്ളിയോടൻ നന്ദിയുണ്ട്. പിന്നെ പ്രവീണാണ്. പ്രവീൺ എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫറുടെ മുഖമായിട്ട് എപ്പോഴും ചിരിച്ചും കൊണ്ടാണ് ചിരിക്കുക. നമ്മളൊരു പ്രിയ ടൈപ്പ് ഫോട്ടോഗ്രാഫി ഉണ്ട്, എന്താണ് കാൻഡിഡ് ഫോട്ടോഗ്രാഫി അല്ലെ? എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടുള്ള ഒരു രീതി. ആ പ്രവീണിനോട് നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ ഇല്ലാത്ത പ്രവാസി ബുക്സിന്റെ പ്രവർത്തകരോട് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.